ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിച്ചെന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അവകാശവാദത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുകയാണെന്ന് കോൺഗ്രസ്. താൻ മധ്യസ്ഥത വഹിച്ചെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോൾ തന്നെയാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി മോദിയെ പ്രതിരോധത്തിലാക്കുന്നത്. ഇന്ത്യ പാക് സംഘർഷത്തിൽ അമേരിക്ക മധ്യസ്ഥത വഹിക്കുന്നത് ഇന്ത്യ സമ്മതിച്ചോ എന്ന് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ആവശ്യപ്പെട്ടു. വളരെ വൈകി പ്രധാനമന്ത്രി രാജ്യത്തോട് നടത്തിയ അഭിസംബോധനയുടെ തൊട്ടു മുമ്പ് പ്രസിഡന്റ് ട്രംപിന്റെ വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നത് മോദിയുടെ പ്രസംഗത്തിന്റെ സാങ്കത്യം ഇല്ലാതെയാക്കി. പാകിസ്ഥാനുമായി ചർച്ച നടത്താൻ ഒരു നിഷ്പക്ഷ വേദി ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നോ എന്ന് വ്യക്തമാക്കണം. ഇന്ത്യൻ കമ്പോളം അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കാമെന്ന് സമ്മതിച്ചോ എന്നും വ്യക്തമാക്കണം. വിവിധ പാർട്ടി നേതാക്കളുടെ യോഗം പ്രധാനമന്ത്രി വിളിച്ചു ചേർക്കണമെന്നും ഇന്ത്യൻ സേനയെ കോൺഗ്രസ് സല്യൂട്ട് ചെയ്യുമെന്നും ജയറാം രമേശ് പറഞ്ഞു. ഇന്ത്യ പാക് വെടിനിർത്തലിന് പിന്നാലെ ഉപാധികൾ വ്യക്തമാക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ആവശ്യപ്പെട്ടു. എന്തെല്ലാം ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തിയതെന്നും പഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ ഭീകരരെ എന്തു ചെയ്തു എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. പാർലമെന്റ് വിളിച്ച കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. നിരവധി ചോദ്യങ്ങളുണ്ടെങ്കിലും എല്ലാം ചോദിക്കുന്നില്ലെന്ന് KC വേണുഗോപാൽ പറയുന്നു. സൈന്യത്തിന്റെ ആത്മവീര്യം കെടാതിരിക്കാനാണ് ചില ചോദ്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. പ്രത്യേക പാർലമെന്റ് സമ്മേളനം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കോൺഗ്രസ് കത്തയച്ചിരുന്നു. സർവകക്ഷി യോഗവും പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നായിരുന്നു ആവശ്യം. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, വെടിനിർത്തൽ ധാരണ എന്നിവ സംബന്ധിച്ച് ചർച്ച നടത്താമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നതായിരുന്നു കത്തയച്ചിരുന്നത്. മൂന്നാം കക്ഷി മധ്യസ്ഥതയ്ക്ക് വാതിലുകൾ തുറന്നിട്ടു, സിംല കരാർ റദ്ദാക്കിയോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉയർത്തി കോൺഗ്രസ് വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആണവ സംഘർഷം തന്റെ ഭരണകൂടം അവസാനിപ്പിച്ചതായി ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. സംഘർഷം അവസാനിപ്പിച്ചാൽ ഇരു രാജ്യങ്ങളുമായും അമേരിക്ക കൂടുതൽ വ്യാപാരം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗത്തിന് മിനിറ്റുകൾക്ക് മുമ്പാണ് ട്രംപിന്റെ പരാമർശം. പ്രധാനമന്ത്രി മോദി ട്രംപിന്റെ ഈ അവകാശവാദങ്ങളെല്ലാം മൗനം പാലിച്ചെന്ന് കുറ്റപ്പെടുത്തിയ കോൺഗ്രസ് സംഘർഷത്തിൽ US മധ്യസ്ഥത വഹിച്ചെന്നും ഒരു നിഷ്പക്ഷ സ്ഥലത്ത് പാകിസ്ഥാനുമായി ചർച്ച നടത്താൻ ഇന്ത്യ സമ്മതിച്ചോ എന്നും ചോദിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും ഒരു യോഗം പ്രധാനമന്ത്രി വിളിക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. എന്തൊക്കെ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് മധ്യസ്ഥത നടത്തിയതെന്ന് അറിയണം. ഡൊണാൾഡ് ട്രംപ് കശ്മീരിനെ കുറിച്ച് പറഞ്ഞതിന് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? രാജ്യത്തിന്റെ മനസ്സിൽ നിരവധി ചോദ്യങ്ങളുണ്ട്. കൂട്ടായ പരിഹാരത്തിന്റെ ആവശ്യകതയുണ്ട്. 2 സർവകക്ഷി യോഗങ്ങൾ നടന്നു. പക്ഷേ നിർഭാഗ്യവശാൽ പ്രധാനമന്ത്രി പങ്കെടുത്തില്ലെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.